എഴുതിയിട്ടുണ്ട്. വൈലോപ്പള്ളിയെ നമ്മളൊന്നും പറയാൻ പാടില്ലെന്നാണ്. ഞാൻ വൈലോപ്പള്ളി വിമർശിച്ചെന്തോ എവിടെ എഴുതുകയോ പറയുന്നപ്പോൾ സി ആർ പരമേശ്വരൻ പറഞ്ഞു ആ പാവത്തിന് വെറുതെ വിട്ടേക്കുന്നത് എന്ന് പറഞ്ഞ്. ശരിക്കും ഈ വൈലോപ്പള്ളിയുടെ ജലസേചനം എന്ന് പറയുന്ന കവിത ബലരാമൻ കാളിന്തിയിൽ നിന്ന് പിന്നെ ജലം എടുത്ത് കൃഷിക്ക് ഉപയോഗിക്കുന്നതായിട്ടാണ്. അതാണ് ജലസേചനം എന്ന് പറയുന്നത്. നമുക്ക് നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ളൊരു കവിത. കാർഷിക വൃത്തി ഉണ്ടാകുന്ന കാലത്ത് ഇങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കുന്ന മഹാകവി ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന വളരെ നല്ലതാണൊക്കെ നമുക്ക് നോക്കും. നിങ്ങൾ ഭാഗവതം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭാഗവതത്തിന് ഈ ഭാഗത്തിൽ എന്താണ് പറയുന്നത്? ഇനി ഭാഗവതം വായിച്ചിട്ടില്ലെങ്കിൽ മേൽപ്പത്തൂരിൻ്റെ നാരായണീയം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നോക്കണം എന്താണ് ഈ ഭാഗത്തെ പറ്റി പറയുന്നത്. ഈ ഭാഗത്തെ പറ്റി പറയുന്നത് ഇതാണ്. ഭാഗവതത്തിലാണെങ്കിലും ശരി നാരായണീയത്തിലാണെങ്കിലും പറയുന്നത് ഇതാണ്. കാളിന്തി എന്ന പെൺകുട്ടിയെ കള്ളു കുടിച്ച് ബോധരഹിതനായ ബലരാമൻ വേഴ്ചയ്ക്ക് ക്ഷണിക്കുകയും അവളത് നിഷേധിച്ച് തൻ്റെ കൂടെ വരാൻ പറ്റില്ല കള്ളുകുടിയ എന്ന് വളരെ കൃത്യമായി പറഞ്ഞപ്പോൾ ബലമായി ബലാത്സംഗം ചെയ്യുന്ന അതാണ് ഈ പുരാണ സന്ദർഭം. ഈ പുരാണ സന്ദർഭമാണ് നമ്മുടെ കവി ജലസേചനമാക്കി മാറ്റിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ജലസേചനത്തിൽ തന്നെ അവസാനം വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കീറി എത്ര അക്രമാസക്തമായ പുരുഷഭാവമാണ് ഈ ജലസേചനത്തിൽ. ആ കാളിന്തിയും ബലരാമനും തമ്മിലുള്ള ആ സംഘർഷത്തിൻ്റെ ചിത്രീകരണം എന്നറിയൂ. അത്രയൊക്കെ പുരുഷാക്രമ ഉത്സുകമായ ഒരു പുരുഷഭാവത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. വെട്ടിക്കീറുന്നു, പിടിച്ചു വലിക്കുന്നു, ഇത്രയും ഹിംസാത്മകമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പുരാണങ്ങൾ ചിത്രീകരിക്കുമ്പോൾ സ്വാഭാവികമായും കവികളാണെങ്കിലും ശരി മറ്റുള്ളവരാണെങ്കിലും ശരി ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഒരിക്കലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിനോട് പൂർണ്ണമായിട്ടും അത് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അവരെല്ലാം ഈ ഒരു പാഠം മാത്രം അംഗീകരിക്കണം എന്ന് വിചാരിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഈ പാഠമാണോ മറ്റേ പാഠമാണോ ശരി, അല്ലെങ്കിൽ ഏതിനോടാണ് ആനുകൂല്യം പ്രഖ്യാപിക്കേണ്ടത്, സഹഭാവം പ്രഖ്യാപിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശം തീർച്ചയായും വായനക്കാരായിട്ടുള്ള നമുക്കുണ്ടാകും. അത് വൈലോപ്പള്ളി ആണെങ്കിലും ശരി, വള്ളത്തോളാണെങ്കിലും ശരി, പിന്നെ രതിദേവി ആണെങ്കിലും ശരി, ആരാണെങ്കിലും നമുക്ക് ഈ ഇത്തരത്തിലുള്ള വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ ആ വ്യത്യസ്തതകൾ ഊന്നി പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാം ഈ മഗ്ദലിൻ്റെ കഥ ഇപ്പോൾ ആഗോളതലത്തിൽ ഏറ്റവും വലിയ ചർച്ചയായതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങിയതാണ്. ഡാൻ ബ്രൗണിൻ്റെ ഡാവിഞ്ചി കോഡ് വായിച്ചിട്ടുള്ളവരായിരിക്കും നിങ്ങളിൽ പലരും എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ആ സിനിമ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹോളി ഗ്രെയിലിനെയും മേരിയെയും ഒക്കെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പുതിയ ആഗോള രാഷ്ട്രീയ പശ്ചാത്തലം നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഈ പുസ്തകം വളരെ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി ഈ പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് കീ ലോങ്ഫെല്ലോ എന്ന് പറയുന്ന എഴുത്തുകാരി എഴുതിയ ദി സീക്രട്ട് മഗ്ദലിൻ എന്ന് പറയുന്ന പുസ്തകമാണ്. 2005 അത് പുറത്തു വരുന്നത്. മനോഹരമായ ഒരു പുസ്തകമാണ്. ഈ പുസ്തകം വായിക്കുന്നവർ ആ പുസ്തകവും വായിക്കേണ്ടതാണ്. യാതൊരു സാമ്യവും ഈ പുസ്തകങ്ങൾ തമ്മിലില്ല. ഇത് രണ്ട് തലത്തിൽ നിന്നുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ, രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ്. ലോങ്ഫെലോയുടെ സീക്രട്ട് മഗ്ദലിനും രതിദേവിയുടെ മഗ്ദലന മേരിയും എൻ്റെയും പെൺസുവിശേഷം എന്ന് പറയുന്ന പുസ്തകവും രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ ഇതിനെ കാണുന്നതാണ്. ഈ ലോങ്ഫെലോയുടെ പുസ്തകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ നോസ്റ്റിസിസ്റ്റിക് പാരമ്പര്യത്തിലുള്ള മേരിയുടെ ദാർശനികമായ സംഭാവനകളെ യേശു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള അവരുടെ ബന്ധവുമായി സമഞ്ജസമായി കണ്ടുകൊണ്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു മഹത്തായ പുസ്തകമാണ് ഈ സീക്രട്ട് മഗ്ദലിൻ എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു ഫെമിനിസ്റ്റ് പാരമ്പര്യത്തിലേക്ക്, ഒരു ഫെമിനിസ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ മേരിയെ കൂടുതൽ ശക്തമായി കൊണ്ടുവരാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കടന്നു വരുന്നത്. യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത് ലിബറേഷൻ തിയോളജിയെ പറ്റി ഇവിടെ ആരോ സൂചിപ്പിച്ചോ എന്ന് തോന്നുന്നു. സൂചിപ്പിച്ച പോലെ എനിക്ക് തോന്നി. ലിബറേഷൻ തിയോളജിയുടെ കാലഘട്ടത്തിൽ യേശുവിനെ കമ്മ്യൂണിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വിമോചകൻ എന്നുള്ള രീതിയിൽ യേശുവിനെ കാണുന്ന ഒരു സമീപനം പള്ളിക്കുള്ളിൽ ഉയർന്നു വന്ന സമയത്ത് ഫെമിനിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്നാണ് എങ്കിൽ എന്തുകൊണ്ടാണ് മേരിയെ ഫെമിനിസ്റ്റായി ചിത്രീകരിക്കുന്ന, അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ഇത് നഷ്ടപ്പെട്ടത്, പള്ളിക്ക് നഷ്ടപ്പെട്ടത്, ഈ ഒരു ധാരണ, ഒരു ഫെമിനിസ്റ്റ് ധാരണ എവിടെയാണ് പള്ളിക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള പുനർവിചിന്തനം ഉണ്ടാവുകയും അത്തരത്തിലുള്ളൊരു പെൺ വിമോചന ദൈവശാസ്ത്രം, ഒരു പെൺ വിമോചന ദൈവശാസ്ത്രം ഈ വ്യവഹാരത്തിനുള്ളിൽ രൂപപ്പെടുകയും ചെയ്തു. അത്തരത്തിൽ ഒരു പെൺ വിമോചന ദൈവശാസ്ത്ര വിചിന്തനത്തിൻ്റെ വ്യവഹാരത്തിൻ്റെ ആ പശ്ചാത്തലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൃതിയാണ് ഈ രതിദേവിയുടെ ഈ കൃതി. അത് സ്വാഭാവികമായിട്ടും ഇതിലെന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്തുള്ള അപരിചിതത്വമല്ല, വളരെ കൃത്യമായിട്ട് ശ്രീ ജയകുമാർ അത് വിശദീകരിക്കേണ്ട. ഇതിനകത്ത് നമുക്ക് ആ മേരിയുടെ ഭാഗത്തിൽ അപരിചിതത്വം ഒന്നുമില്ല. ഗതാനുഗതികത്വത്തിൽ നിന്ന് വിട്ട് എന്തൊക്കെ മേരിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ നോവലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് അറിവ് പുതുതായിട്ട് തരുന്ന കാര്യങ്ങളല്ല, മറിച്ച് അത് വൈകാരികമായി ഹൃദയം കൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ അതിനെ സമീപിച്ച് പുനരാഖ്യാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കൂടുതൽ പുതുമകൾ അനുഭവപ്പെടുന്നില്ല. പക്ഷേ പുതുമ അനുഭവപ്പെടുന്നത് എവിടെയാണ്?
ഈ മേരി എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത്, ഇതിന് ഈ രണ്ട് കാലങ്ങളെ ഇതിനകത്ത് സമന്വയിപ്പിക്കുമ്പോൾ ആ സമന്വയിപ്പിക്കുന്ന രീതിയാണ് ഈ നോവലിൻ്റെ ജീവനായി സത്തയായി വരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം വെച്ചാൽ ഇതിനകത്തെ മേരി എന്ന് പറയുന്നത് ഒരു സബാൾട്ടേൺ സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് എല്ലായ്പ്പോഴും കൂടെ നിൽക്കുന്ന ഒരു മേരിയാണ്. അതായത് ആരൊക്കെയാണോ അടിച്ചമർത്തപ്പെടുന്നത്, ആരൊക്കെയാണോ വേദനിക്കുന്നത്, ആരൊക്കെയാണോ ആക്രമിക്കപ്പെടുന്നത്, അവരുടെ വേദനയോടൊപ്പം, അത് ശാരീരികമായാലും മാനസികമായാലും അവരുടെ വേദനയോടൊപ്പം നിൽക്കുക എന്ന വായന, അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് മേരി എന്ന വായന. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് ഈ ഭാഷാപരമായിട്ട് ഇത് മാപ്പ് ചെയ്ത് പറയേണ്ടതുണ്ട്. അങ്ങനെയുള്ളവരുടെ കൂടെ നിൽക്കുന്ന ഒരു കർത്തൃത്വമാണ് മേരിയുടേത് എന്ന ധാരണയാണ് ഈ പുസ്തകത്തിലും വളരെ ശക്തമായിട്ട് കടന്നു വരുന്നത്. അതാ രണ്ടാമത്തെ ഭാഗത്ത് രതിയുടെ തന്നെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ആഗോളതലത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ, അതുപോലെ തന്നെ യാഥാസ്ഥിതിക ചർച്ചിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ചെരിവുകൾക്കുള്ളിൽ, അതുപോലെ തന്നെ ചരിത്രത്തെ എങ്ങനെ വായിക്കാം എന്നുള്ളതിനെക്കുറിച്ച്. ചരിത്രം എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഒരിക്കലും ഇപ്പോൾ ബൈബിൾ ക്രിസ്തു ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ള പ്രശ്നം പറഞ്ഞു. ചരിത്രം എന്ന് പറയുന്നത് ഈ മിത്തുകളും കൂടി ചേരുന്നത് തന്നെയാണ് ചരിത്രം. ചരിത്രം എന്ന് പറയുന്നത് വെറുതെ വസ്തുനിഷ്ഠ കഥനമല്ല. ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യനെന്ത് വിചാരിച്ചു, ഭൂതകാലത്തിൽ മനുഷ്യൻ എന്ത് വിചാരിച്ചിരുന്നു എന്നുള്ളതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിചാരങ്ങളുടെയും വിചിന്തനങ്ങളുടെയും ഭാവനകളുടെയും ഭാവങ്ങളുടെയും ഒക്കെ ഒരു സമന്വയമാണ് ഈ ചരിത്രം എന്ന് പറയുന്നത്. അല്ലാതെ കൃത്യമായി നമുക്ക് രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്താവുന്ന ഒന്നല്ല ചരിത്രം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചരിത്രം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. കാരണം ചരിത്രം ഓരോ കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കും. എൻ്റെ പൂർവികർ കണ്ട ചരിത്രമല്ല ഞാൻ കാണുന്ന ചരിത്രം. എനിക്ക് പിന്നാലെ വരുന്നവർ ചരിത്രത്തെ കാണുന്നത് ഞാൻ കണ്ടതുപോലെയല്ല. നമ്മുടെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്, ക്ഷമിക്കണം. സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മെയ് ദിന സമ്മേളനം നടക്കുന്നു. 60കളിലാണ് സോവിയറ്റ് യൂണിയനിൽ. ആളുകളെല്ലാം ഈ ജീവച്ഛവങ്ങളെ പോലെ കൊടിയൊക്കെ എടുത്ത് യാതൊരു വിധത്തിലുള്ള ഊർജ്ജവുമില്ലാതെ ഉത്സാഹമില്ലാതെ മെയ്ദിന റാലിയിൽ പങ്കെടുക്കുകയാണ്. വിപ്ലവം നടന്നിട്ട് 50-60 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. വിപ്ലവം എന്ന് പറഞ്ഞത് 1917 റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത് ആ തലമുറയ്ക്ക് വെറും സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള ഓർമ്മ മാത്രമാണ്. അവർക്കിതിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാനൊന്നുമില്ല. അല്ലെങ്കിൽ നിരന്തരം ഇതിൻ്റെ ആവേശജനകമായ ഒരു വ്യവഹാരത്തിനുള്ളിൽ ഇത് നമ്മളിങ്ങനെ തളച്ചിട്ടുകൊണ്ടിരിക്കണം. ഇപ്പൊ പുന്നപ്ര വയലാർ എന്ന് പറയുന്നത് നമ്മുടെ രാജനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബിനോയും CPM എല്ലാവരും കൂടി ചേർന്ന് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അത് നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു വ്യവഹാരമായി മാറുന്നത്. ആ സമയത്ത് നമ്മുടെ ഈ പാലോട് നടന്ന സമരം കയ്യൂർ നടന്ന സമരത്തെക്കാൾ വളരെ തീക്ഷ്ണമായ സമരമായിരുന്നു പാലോട് നടന്ന സമരം. അതേ കാര്യം കാർഷിക നികുതിക്കെതിരെ നടന്ന സമരമാണ്. കയ്യൂർ സമരത്തെക്കാൾ തീക്ഷ്ണമായി കൂടുതൽ പേർ മരിച്ചു, കൂടുതൽ പേരെ പോലീസ് വെടിവെച്ചു കൊന്നു, പോലീസുകാരെ വെടിവെച്ചു കൊന്നു. കയ്യൂർ സമരത്തെക്കാൾ വളരെ വളരെ ശക്തവും തീക്ഷ്ണമായൊരു സമരമാണ് ഈ പാലോട് കല്ലോട് ഭാഗത്ത് നടന്നത്. ആ സമരത്തെക്കുറിച്ച് നമ്മളാരും പറയുന്നില്ല. അതിന് വാർഷിക ആഘോഷമില്ല. കാരണം എന്താണ്? അത് കോൺഗ്രസ് നടത്തിയ സമരമാണ്. അവർക്ക് പോലും അത് വേണ്ട. ഇത് നിരന്തരം നിങ്ങൾ ഒരു ചരിത്ര സംഭവം നിരന്തരം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പറയാൻ ആളില്ലെങ്കിൽ, കയ്യൂരിൽ കരി വള്ളൂരിൽ നിന്നൊക്കെ നമ്മൾ എപ്പോഴും പുന്നപ്രയിൽ വയലാറിൽ വാരിക്കൊന്ത അമ്പുമില്ലും എന്നൊക്കെ നിരന്തരം കേൾക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത്. രാജൻ അത് പറയുന്ന ഒരു ദിവസം നിർത്തട്ടെ, പിറ്റേ ദിവസം അതില്ല നമ്മുടെ ചരിത്രത്തിൽ. അങ്ങനെയാണ് ഇവിടുത്തെ സമരം പോയത്, കല്ലോട് സമരം പോയത്. ആ കല്ലോട് സമരത്തിൽ നിങ്ങൾക്കറിയാമോ, ഒരു മഹാത്മാഗാന്ധിയും വന്നില്ല തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ. ഈ തിരുവിതാംകൂർ കോടതിയിൽ ആണ് അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. ഒരു മനുഷ്യനും ഇടപെട്ടില്ല, കോൺഗ്രസ് പോലും ഇടപെട്ടില്ല. അതിക്രൂരമായ പീഡനമാണ് അതിലെ രക്തസാക്ഷികളായ മനുഷ്യർക്ക് നേരിടേണ്ടി വന്നത്. പോലീസ് സ്റ്റേഷനിലും പുറത്തും തോക്കെടുത്ത് വെടിവെച്ചു. സായുധ കലാപമായിരുന്നു. ഇത് അബദ്ധത്തിലൊരു പോലീസുകാരനെ കൊന്ന കേസല്ല. തോക്കെടുത്ത് ആയുധമായി സംഘടിപ്പിച്ച് വെടിവെച്ച് കൊന്നതാണ് ഈ കാർഷിക നികുതിക്കെതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി. അപ്പോൾ അത്തരത്തിൽ സമരങ്ങൾ എന്ന് പറയുന്നത്, ചരിത്രം എന്ന് പറയുന്നത് നിരന്തരമായി നമ്മൾ ആവർത്തിക്കുന്നതിലൂടെ, അതുകൊണ്ടാണ് ഏറ്റവും യാഥാസ്ഥിതികമായ ബൈബിളിക്കൽ വേർഷൻ ചർച്ച എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരത് പറയുന്ന നിമിഷം അത് നിർത്തുന്ന നിമിഷം അത് അപ്രത്യക്ഷമാകുമെന്നും ബദൽ ചരിത്രങ്ങൾ കയറി വരുമെന്നും അവർക്കറിയാം. ഇത്തരത്തിലുള്ള ബദൽ ചരിത്രങ്ങളെ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും ശരി, മതമായാലും ശരി, ബദൽ ചരിത്രങ്ങളെ മുന്നോട്ട് വരുന്നതിൽ നിന്ന് തടയുക എന്നൊരു യാഥാസ്ഥിതികമായ കർത്തവ്യം എപ്പോഴും നിർവഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള യാഥാസ്ഥിതികമായിട്ടുള്ള നിർവചനങ്ങൾക്കെതിരെ
എപ്പോഴും പ്രതികരിക്കുന്നത് സാഹിത്യകാരന്മാരാണ്. അവരുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണകൾ എപ്പോഴും ഇത്തരത്തിലുള്ള യാഥാസ്ഥിക വീക്ഷണങ്ങൾക്ക് എതിരായിരിക്കും. ഓരങ്ങളിൽ നിന്നാണ് അത് വരുന്നത്. ഡാന്റേ പറഞ്ഞിട്ടുണ്ട് മാർജിൻസ് ആർ ദ റോഡ് എന്ന്. മാർജിൻസ് ആർ ദ റോഡ് എന്ന് ദാന്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ ഓരങ്ങൾ ഇങ്ങനെ മുഖ്യധാരയിലേക്ക് മുട്ടി നിൽക്കുകയാണ്. ഈ ദിശ ശരിയല്ല, ഈ മുഖ്യധാര എന്ന് പറയുന്ന ധാരയുടെ ദിശ ശരിയല്ല, ഇതാ മറ്റു വഴികളുണ്ട്, മറ്റു ഓരങ്ങളുണ്ട്, അവിടെ കൂടി നിന്ന് നോക്കണം കാര്യങ്ങളെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ഇന്ന് ലോകത്തെമ്പാടും ശക്തമായിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സിവിൽ സമൂഹത്തിന്റെ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി പങ്കെടുത്തിരുന്ന ഒരാളാണ് രതിദേവി. ഇത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിരുന്ന രാഷ്ട്രീയമല്ല രതിദേവി എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കഥ ഇതിന്റെ രണ്ടാം ഭാഗമായി ഈ നോവലിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സിവിൽ സമൂഹത്തിലെ ഇടപെടലുകളെ, മനുഷ്യാവകാശ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങളെ ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്ന ഒരു നോവൽ കൂടിയാണ് ആയി ഇത് മാറുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവന ഈ കൃതി ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആഗോള തലത്തിലെ ഫെമിനിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ മേഖലയിലായാലും ശരി, ഇന്ത്യയിലെ തന്നെയും കേരളത്തിലെ തന്നെയും പ്രത്യേക സവിശേഷ രാഷ്ട്രീയത്തിൻ്റെ മേഖലയിലായാലും ശരി, സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു കൃതി എന്ന രീതിയിൽ ഈ പുസ്തകം വായിക്കപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനെക്കുറിച്ച് ഏതായാലും വളരെ വിശദമായി സംസാരിക്കാൻ മറ്റവസരങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നതുകൊണ്ടും എന്നേക്കാൾ വിശദമായി ഇതിനെപ്പറ്റി സംസാരിക്കാൻ കഴിയുന്നവരുടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഞാൻ തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് കെ രാജൻ. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ സി സുനിൽ, ഈ യോഗത്തിൽ ഗംഭീരമായി ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിയ ഞങ്ങൾക്കെല്ലാം ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ കെ ജയകുമാർ IAS, ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഗംഭീരമായി ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുകയും ഇക്കാര്യത്തിൽ ആധികാരികമായി ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്ത ഡോക്ടർ TT ശ്രീകുമാർ, ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരിയായ പുസ്തകത്തിൻ്റെ രചയിതാവ് കൂടിയായ ശ്രീമതി രതിദേവി, ആതിര ടീച്ചർ, ശ്രീനിവാസൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദീർഘമായി ഒരു പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടുത്താൻ ഞാൻ ആളല്ല. ഒരു പുസ്തക പ്രകാശനവേളയുടെ ചടങ്ങിൽ നിൽക്കുമ്പോൾ തോന്നുന്ന ഏറ്റവും വലിയ അഭിമാനബോധം അല്ലെങ്കിൽ ഏറ്റവും വലിയ അവകാശബോധം ഈ പുസ്തകത്തെ 2 തവണ വായിക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ എന്നതാണ്. ഞാൻ കെ ജയകുമാർ സാർ പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ ISFൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറിയും പിന്നീട് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായി എണ്ണമറ്റ ഘട്ടങ്ങളിൽ വിവിധങ്ങളായ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇട നൽകിയ ഒരാളാണ് ജയകുമാർ സാർ. അദ്ദേഹം പറഞ്ഞതുപോലെ എനിക്ക് ലഭിച്ച ഒരു സൗഭാഗ്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുമായി CPC-യുമായി ബന്ധപ്പെട്ട ബയലാറ്ററൽ ഡിസ്കഷന് വേണ്ടി 12 ദിവസക്കാലം ചൈനയിലേക്കുള്ള യാത്രയിലാണ് ഈ പുസ്തകത്തിൻ്റെ 2 തവണയിലുള്ള വായനയ്ക്ക് അവസരം ലഭിച്ചത്. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ അപകടങ്ങളിലൊക്കെ നിട്ടുമാറി നന്നായി ഈ പുസ്തകം വായിക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പുസ്തകത്തെ വളരെ ഗൗരവമായി സമീപിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നേരത്തെ ജയകുമാർ സാറും ശ്രീകുമാർ സാറും ഒക്കെ സൂചിപ്പിച്ചപ്പോൾ പുസ്തകത്തിൻ്റെ 2 അനുഭവങ്ങളെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. അത്രയൊന്നും വായനാനുഭവമില്ലാത്ത ഒരാളെന്ന നിലയിൽ, എഴുതാൻ പരിചയമില്ലാത്ത ഒരാളെന്ന നിലയിൽ ഞാൻ ഈ പുസ്തകത്തെ വായിച്ചപ്പോൾ എനിക്ക് 3 അനുഭവങ്ങളായി ഈ പുസ്തകത്തെ നോക്കിക്കാണാൻ അവസരം ലഭിച്ചു. ജയകുമാർ സാർ ചോദിച്ചു, എങ്ങനെ ഈ ധൈര്യമുണ്ടായി രതിദേവിക്ക്? ആത്മവിശ്വാസത്തോടെയും ഒരുപക്ഷെ ഒരു അഹങ്കാരത്തോടെയും കൂടി ഞാൻ പറയുന്നു, അത് AISF ആയതുകൊണ്ടാണ്, കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് രതിദേവിക്ക് ഇത്രയും ആത്മവിശ്വാസത്തോടെ ഈ പുസ്തകത്തെ സമീപിക്കാൻ സാധിച്ചത്. ഈ പുസ്തകത്തെ 2ആയി വായിച്ചു. 2 വായനാനുഭവങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട 2 പ്രവർത്തകർ. ഞാൻ ഈ പുസ്തകത്തെ തീർച്ചയായും 3ആയി വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒന്ന് മഗ്ദലീനയുടെ ജീവിതവും മറ്റൊന്ന് ലക്ഷ്മി എന്ന പേരിൽ രതിദേവി സ്വയം പരിചയപ്പെടുത്താൻ തീരുമാനിച്ച എൻ്റെ പെൺസുവിശേഷത്തിൻ്റെയും അനുഭവമാണെങ്കിൽ ഇതിലൊന്നുമില്ലാത്ത ഏറ്റവും വലിയ പ്രത്യേകത ഒരുപക്ഷെ രതിദേവിയുടെ പുസ്തകത്തിൻ്റെ ആമുഖമായിരിക്കും, മുഖക്കുറിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ആമുഖം ഉൾപ്പെടെ ഇതിനെ 3ആയി വായിക്കണം എന്ന അഭ്യർത്ഥനയാണ്
പുതിയ വായനക്കാരായ സുഹൃത്തുക്കളോട് എനിക്കുള്ളത്. ഞാൻ ഇതിൽ അത്ഭുതപ്പെട്ടത് ഏറ്റവും പുതിയ, ഞാൻ പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും പുതിയ എഴുത്തുകാർ പോലും എഴുതി തുടങ്ങിയ കവിതകളോടോ കഥകളോടോ പ്രതികരിക്കുമ്പോൾ അതിലവരാഗ്രഹിക്കുന്നത് അവരുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനേക്കാൾ പ്രധാനമായി അതിൻ്റെ ഒരാമുഖം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ പരിചയപ്പെടുത്തണം എന്നതാണ്. ആ പരിചയപ്പെടുത്തലിലാണ് കൃതി നിൽക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന പുതിയ എഴുത്തുകാരുടെ തലമുറയുടെ മുമ്പിൽ, ഞാനൊരു പുതിയ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ്, എഴുത്തുകാരനല്ല, പക്ഷേ പുതിയ എഴുത്തുകാരുടെ ഒരു തലമുറയ്ക്ക് മുമ്പിൽ അവരാഗ്രഹിക്കുന്നത് ONVയെ കൊണ്ട് ഒരു ആമുഖക്കുറിപ്പ് എഴുതിക്കാൻ കഴിയുമോ, ജയകുമാർ സാറിനെ കൊണ്ട് ഒരു ആമുഖക്കുറിപ്പ് എഴുതിക്കാൻ കഴിയുമോ. മലയാറ്റൂരും മോഹൻ സാറും എപ്പോഴും ഞങ്ങളോട് തർക്കിക്കാറുണ്ട്. മലയാറ്റൂരിൻ്റെ കൂട്ടത്തിലും മോഹൻ സാറിൻ്റെ കൂട്ടത്തിലുമൊക്കെ വിദ്യാർത്ഥി പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ 23-ാമത്തെ വയസ്സിൽ അവരുടെ നല്ല സുവർണകാലത്ത് ചെന്നിരിക്കുകയും അവരുടെ നിരന്തര ചീത്തകൾക്ക് വിധേയമാകുകയും ചെയ്ത ഒരാൾ എന്ന നിലയിൽ ഞാൻ അത്ഭുതത്തോടെ ആലോചിക്കാറുണ്ട്. അവരെല്ലാം സ്ഥിരമായി പറഞ്ഞിരുന്നത് ആമുഖങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് കേരളത്തിലെ പുതിയ എഴുത്തുകാർ പോയി നിൽക്കുന്നത് എന്നാണ്. ആ ആമുഖം രതീദേവി വളരെ മനോഹരമായി ആരെക്കൊണ്ടും എഴുതിക്കാതെ സ്വയമായി എഴുതാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ ഈ പുസ്തകം വായിച്ച് ആദ്യം കരഞ്ഞത് രതീദേവിയുടെ ആമുഖം വായിച്ചാണ്. എൻ്റെ ആത്മാവിനേറ്റിരുന്ന മുറിവുകൾ എൻ്റെ ശരീരത്തിലും പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ നോവലിലെ നായകനായ ജീസസിൻ്റെ കൈകളിൽ ആണിയടിച്ച ഭാഗം ഞാൻ കണ്ണീരോടെ എഴുതിയപ്പോൾ ജീസസിൻ്റെ രക്തം എൻ്റെ മുഖത്ത് ചിന്തി വീണതായി തോന്നി. എൻ്റെ കൈകളിൽ പെട്ടെന്ന് വേദന അനുഭവപ്പെട്ടു. അറിയാതെ നിലവിളിച്ചു പോയി. കയ്യിലെ നീരും വേദനയും കാരണം ഒരാഴ്ച എനിക്ക് പേന പിടിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരു എഴുത്തുകാരിയുടെ ഏറ്റവും ഉജ്ജ്വലമായ, നേരത്തെ ജയകുമാർ സാറും ശ്രീകുമാർ സാറും സൂചിപ്പിച്ചതുപോലെ ഒരു എഴുത്തുകാരിയുടെ മനസ്സിൽ തോന്നുന്ന, ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ വാക്കുകളിലൂടെയാണ് ആമുഖം കടന്നുപോയത്. ഒരുപക്ഷെ ജീസസിനെ അവതരിപ്പിച്ചതിനേക്കാൾ, ലക്ഷ്മിയെ അവതരിപ്പിച്ചതിനേക്കാൾ, ആ ലക്ഷ്മി കണ്ടുപോയ മഗ്ദലീനയുടെ ജീവിതത്തെയും ഏറ്റവും ഉജ്ജ്വലമായി അവതരിപ്പിക്കാൻ എനിക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് രതീദേവി എന്ന എഴുത്തുകാരി അതിൻ്റെ ആമുഖ സംഭാഷണത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ 1 മണിക്കൂറോളം സംസാരിക്കാവുന്ന ഒരു വിഷയമാണത്. ഞാൻ 2 മിനിറ്റിനുള്ളിൽ ഈ വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇത് വായിച്ചതിന് ശേഷം മലപ്പുറത്ത് AIVF-ൻ്റെ സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുക്കാൻ, ക്ലാസ് എടുക്കാൻ വന്ന P. പ്രസാദിനോട് ഞാൻ ചോദിച്ചു, താമരക്കുളത്ത് എവിടെയാണ് കുഷ്ഠരോഗികൾ മാത്രം താമസിക്കുന്ന ഒരു സാനിറ്റോറിയത്തിൻ്റെ ലൈബ്രറി, അവിടെ പോകണം എന്നെനിക്ക് തോന്നി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്രക്കിടയിൽ അവിടെ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ വാഹനം നഷ്ടപ്പെടും എന്ന പേടിയിൽ ഞാൻ അവിടെ ഇറങ്ങാൻ കഴിയാതെ തിരിച്ചു പോന്നു. ഒരുപക്ഷെ ഒരു ആമുഖത്തിൽ തന്നെ ഒരു എഴുത്തുകാരിയുടെ ജീവിതകഥകളും ഒരു എഴുത്തുകാരി എങ്ങനെ ഒരു വിഷയത്തെ സമീപിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനക്കുറിപ്പും ഞാൻ ജയകുമാർ സാർ സൂചിപ്പിച്ചതിൻ്റെ ബേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എങ്ങനെ രതീദേവി എന്ന എഴുത്തുകാരിക്ക് ഹൃദയം തുറന്ന് ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞു, ധീരതയോടെ ഇതിനെ സമീപിക്കാൻ കഴിഞ്ഞു, വരാൻ പോകുന്ന എല്ലാ നഷ്ടങ്ങളെയും നമുക്ക് എങ്ങനെ ഇങ്ങനെ നോക്കാൻ വേണ്ടി കഴിഞ്ഞു. ലജ്ജ എന്ന പുസ്തകം എഴുതിയ തസ്ലീമ നസ്രീൻ ഇപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ബോംബെയിൽ നിന്ന് ഒളിച്ചോടിപ്പെട്ട ഒരു കാലത്തെക്കുറിച്ച് അവർ വല്ലാതെ വിവരിച്ചിട്ടുണ്ട്. എങ്ങനെ ഒരു എഴുത്തുകാരിക്ക് ഇങ്ങനെ ആത്മധൈര്യം വന്നു? ആ എഴുത്തുകാരി ജീവിച്ചു പോകുന്നത് കേരളത്തിൻ്റെ ഏറ്റവും ദയനീയമായ സാമൂഹ്യ സാഹചര്യങ്ങളോട് നിരന്തരം സംവദിച്ചും നിരന്തരം സമരം ചെയ്തും നിരന്തരം ആക്രമിച്ചും പ്രത്യാക്രമണം നേരിട്ടുമാണ് എന്നുള്ളതാണ് രതീദേവിയെപ്പോലെ ഒരു എഴുത്തുകാരിക്ക് ഇങ്ങനെ എഴുതാൻ തോന്നിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ജയകുമാർ സാർ സൂചിപ്പിച്ചു, MT ഒരു ചന്തുവിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ആ ചന്തുവല്ല വായനാനുഭവങ്ങളിൽ നമ്മുടെ മനസ്സിലുള്ള ചന്തു. ആ ചന്തുവിനെ അവതരിപ്പിക്കാൻ MTയെപ്പോലെ കേരളത്തിലെ മഹാനായ ഒരു എഴുത്തുകാരൻ, മലയാളത്തിൻ്റെയും അക്ഷരലോകത്തിൻ്റെയും ഏറ്റവും പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ എത്രമേൽ കഷ്ടപ്പെട്ടു എന്ന് ജയകുമാർ സാറിൻ്റെ വാക്കുകളിലൂടെ നമുക്കിവിടെ ബോധ്യപ്പെട്ടു. എങ്ങനെയാണ് 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ ഇങ്ങനെ അവതരിപ്പിക്കാൻ രതീദേവിക്ക് കഴിഞ്ഞത് എന്ന ചോദ്യത്തിനും ഉത്തരം അതുതന്നെയാണ്. എത്ര ഭീകരമായി ക്രിസ്തുമതത്തിൽ ബൈബിളിനകത്തു നിന്നുകൊണ്ട് നിലവിലുള്ള ഒന്നിനെയും വെല്ലുവിളിക്കാതെ ക്രിസ്തുവിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും ഇങ്ങനെ അവതരിപ്പിക്കാൻ ഒരു എഴുത്തുകാരിക്ക് കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതമാണ്. അദ്ദേഹം പോയത് എവിടെയാണ്? ജയകുമാർ സാറോ ശ്രീകുമാർ സാറോ ഇവിടെ സൂചിപ്പിച്ചു. ഇങ്ങനെ നടന്ന് ഇന്ത്യയുടെ കേന്ദ്രത്തിലേക്ക്, ബൗദ്ധ ജൈന വിശ്വാസങ്ങളിലേക്ക് ഒരാൾക്ക് നടന്നു വരാൻ കഴിയുമോ?
കഴിയും എന്ന് രണ്ടാമത് മഗ്ദലേനയുടെ കൂട്ടത്തിലുള്ള യാത്രയിലൂടെയും അദ്ദേഹം ആ എഴുത്തുകാരി ഇവിടെ സൂചിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്, ചരിത്രത്തിൻ്റെ ഏറ്റവും വിശ്വസ്തമായ ഒരു കേന്ദ്രമാണ്. അവിടെ എത്തിയതും ഈ യാത്രക്കിടയിലാണ് എന്നവർ സൂചിപ്പിച്ചു. എണ്ണമറ്റ വാക്കുകളിലൂടെ, വിഷയങ്ങളിലൂടെ, സംഭാഷണങ്ങളിലൂടെ യേശുവിനെയും മഗ്ദലേനയെയും യൂദാസിനെയും പുതിയതായി അവതരിപ്പിക്കാൻ ഇങ്ങനെ ഒരു എഴുത്തുകാരിക്ക് കഴിയുക എന്നുള്ളത് അത്ഭുതം എന്ന് മാത്രമായി സൂചിപ്പിക്കാൻ കഴിയില്ല. അതൊരു വിപ്ലവമാണ്, അതൊരു ചരിത്രത്തിനോടുള്ള ചോദ്യം ചെയ്യലാണ്, അത് ചരിത്രത്തെ വെല്ലുവിളിക്കാൻ കാണിക്കുന്ന ഒരു ധൈര്യമാണ്. ആ ധൈര്യം നന്നായി രചയിതാവ് കാണിച്ചു എന്നുള്ളതിൽ ഞാൻ വളരെ സന്തോഷം രേഖപ്പെടുത്തുന്നു. പുസ്തകത്തിൻ്റെ ഓരോ ഘട്ടവും കഴിഞ്ഞു പോകുമ്പോൾ നമുക്കിങ്ങനെ വായിക്കാതിരിക്കാൻ കഴിയില്ല, കണ്ണടച്ചു പോകാൻ കഴിയില്ല. ഓരോ ഘട്ടത്തിലും വായിച്ചുകൊണ്ടേയിരിക്കണം എന്ന് നാം നിർബന്ധം രേഖപ്പെടുത്തും. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 175 രേഖകളും അതിനേക്കാൾ ഏറെയായി അതിൻ്റെ അനുബന്ധ സാഹിത്യങ്ങളും വായിച്ചാണ് രതിദേവി ഇത്ര പ്രധാനപ്പെട്ട ഒരു രംഗത്തിലേക്ക് എഴുതപ്പെടാൻ വേണ്ടി ചെന്നുപോയത്. ഞാനിപ്പോഴും രതിദേവിയുടെ പുസ്തകം വായിക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പൈൻമരത്തെക്കുറിച്ച് ആലോചിക്കും. ചിക്കാഗോയിലെ തെരുവീഥികളിൽ, നാം എല്ലാം വിപ്ലവത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്ന ചിക്കാഗോയിലെ തെരുവീഥികളിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പൈൻമരങ്ങളുടെ മഹാസൗന്ദര്യത്തെക്കുറിച്ച് ഇങ്ങനെ വാചാലമായി എങ്ങനെ സംസാരിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്ന് നമുക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയും. രതിദേവി ആ പുസ്തകത്തിനകത്ത് നമുക്ക് വളരെ മനോഹരമായി പറഞ്ഞു പോകുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു പക്ഷേ ജീവിതത്തിൽ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെ ഒരു അമ്മൂമ്മ പുറത്തെറിയപ്പെട്ട ഒരു പുസ്തകമോ അല്ല ഒരു ചെറിയ കുപ്പിയോ സിഗരറ്റിൻ്റെ ബാക്കിയോ എടുത്ത് വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കുന്ന ഉൾപ്പെടെ എത്ര മനോഹരമായി ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ എഴുതാപ്പുറങ്ങളെക്കുറിച്ച് നമ്മളെ പരിചയപ്പെടുത്താം എന്ന് വളരെ മനോഹരമായി രതിദേവി ഈ പുസ്തകത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ 3ാമത്തെ ഭാഗമാണ് ലക്ഷ്മി എന്ന കഥാപാത്രം. ഞാൻ രതിദേവിയോട് ഇടക്കാലത്ത് തർക്കിച്ചു. ഇത്തിരി സാങ്കേതികമായി അത്ര അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായി ഇത്തിരി കൂടുതൽ വാദിച്ചുവോ രതിദേവി എന്നെനിക്ക് സംശയം തോന്നി. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ, അവിവാഹിതയായി താമസിക്കുമ്പോൾ, ചുറ്റുമുള്ള വിവിധങ്ങളായ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലിരിക്കുമ്പോൾ, സെക്ഷലായി ഇൻ്റർസെക്ഷലായി അത്തരം സുഹൃത്തുക്കളുടെ കൂടെ എല്ലാം താമസിക്കുമ്പോൾ രതിദേവി അവരുമായി സംസാരിച്ച ഭാഷ്യം ഇത്തിരി കൂടുതൽ പ്രത്യയശാസ്ത്രപരമായോ എന്ന് ഞാൻ രതിദേവിയോട് തർക്കിച്ചിട്ടുണ്ട്. പക്ഷേ ആ ലക്ഷ്മിയുടെ ജീവിതം കേരളത്തെ ലജ്ജിപ്പിക്കുന്നുണ്ട്. പല ഘട്ടത്തിലും കേരളത്തിനകത്തുള്ള മനുഷ്യൻ എങ്ങനെയാണ് എന്നത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് അമ്മയോടുള്ള സ്നേഹം പകരുന്നുണ്ട്. താമരക്കുളത്തെ അമ്മ മരിച്ചപ്പോൾ ഡൽഹിയിലെ കോടതിയിൽ ഒരു അഭിഭാഷകയായി പോയി പീഡനമേറ്റുവാങ്ങേണ്ടി വരുന്നൊരു ഘട്ടത്തിൽ രതിദേവി കരഞ്ഞ കരച്ചിൽ എൻ്റെ ഹൃദയത്തിനകത്ത് വല്ലാത്ത കണ്ണീർ വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് ഒരമ്മയോടുള്ള സ്നേഹമാണ്, അതൊരമ്മയുമായി ബന്ധപ്പെട്ട അടുപ്പമാണ്. കുടുംബജീവിതങ്ങളോടുള്ള സത്യസന്ധത പുലർത്തുകയും അതേസമയം അതിനപ്പുറത്തുള്ള നാം പറയാൻ പേടിക്കുന്ന ചില സംഭവങ്ങളെ നമ്മളോട് ധീരമായി പറയുകയും കൂടി ചെയ്തു ലക്ഷ്മി എന്ന ഈ ജയകുമാർ സാർ സൂചിപ്പിച്ച എൻ്റെ പെൺസുവിശേഷം എന്നുകൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതൊരു വലിയ അനുഭവമാണ്. പീഡനാനുഭവത്തെക്കാൾ വലിയ അനുഭവം. എങ്ങനെ 3-ാം നാൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ചോദിക്കുന്നവരോട് കുരിശിൽ കിടന്ന യേശുക്രിസ്തു ഒരു ദിവസം മാത്രമേ ചോരയൊലിപ്പിച്ചിട്ടുള്ളൂ എന്നും അന്ന് രാത്രി അവിടുത്തെ മന്ത്രിയുടെ സുഹൃത്തുക്കൾ മോചിപ്പിച്ചു എന്നും പറയാൻ കാണിക്കുന്ന ഒരു വല്ലാത്ത ചങ്കൂറ്റം, അത് ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മഗ്ദലേന ഒരു ഗുഹയുടെ അടിയിൽ ഏതാണ്ട് 1 മാസത്തിലേറെ കാലം യേശുക്രിസ്തുവിനെ പരിലാളിച്ചു പോന്നപ്പോൾ അവരുദ്ദേശിച്ച, അവർ ഹൃദയത്തിൽ കണ്ടെത്തിയ ചില അത്ഭുതകരമായ സത്യങ്ങൾ. ആദ്യ ദിവസം മഗ്ദലേനയുടെ കിടപ്പുമുറിയിൽ നിന്ന് ഓടിപ്പോയ യേശുക്രിസ്തു എന്തിനെയാണ് പേടിക്കുന്നത് എന്ന യാഥാർത്ഥ്യം, ഇതെല്ലാം നന്നായി പറഞ്ഞു വയ്ക്കാൻ ഈ എഴുത്തുകാരിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് രതിദേവിയുടെ പുസ്തകം കേരളത്തിൻ്റെ പുതിയ വായനാനുഭവങ്ങളിൽ എക്കാലത്തും മറക്കാനാവാത്ത ഒരു കൃതിയായിരിക്കും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ശ്രീനിവാസനുമായി നേരത്തെ സംസാരിച്ചു. ഈ പുസ്തകത്തെക്കുറിച്ച് വളരെ ഗൗരവമായ ഒരു ചർച്ച തൃശ്ശൂരിൽ കൂടി നടത്താൻ കഴിയും എന്ന വിശ്വാസം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജസിന്തയുടെ ബബിൾസ് ഓഫ് റിയാലിറ്റീസ് എന്ന പുസ്തകം കൂടി സ്വീകരിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തോടെ വളരെ സ്നേഹപൂർവ്വം എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് വാഴൂർ NSS കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ
ശ്രീമതി ആതിര പ്രകാശ് മാടപ്പാട്ട്. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ ഗുരുജനങ്ങളെ, മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓരോ വായനയും പുനർവായനയും ഒരു രചനയെ കൂടുതൽ അർത്ഥസമ്പുഷ്ടമാക്കുമെന്ന് അവകാശപ്പെടുന്ന 60കളിലെ ദരീദിയൻ അപനിർമ്മാണ സിദ്ധാന്തങ്ങളുടെ ചുവട് പിടിച്ച് ധാരാളം രചനകൾ ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം തന്നെ ഒരു കാലത്ത് ചോദ്യം ചെയ്യാതെ മനുഷ്യനപ്പാടെ വിഴുങ്ങിയ വിശ്വാസ പ്രമാണങ്ങളെയും മൂല്യബോധത്തെയും, എന്തിന് ചരിത്രബോധത്തെ പോലും ചോദ്യം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നവയാണ്. ഷൂസെ സരമാഗോയുടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം, ലോങ് ഫെല്ലോയുടെ മഗ്ദലിനയുടെ രഹസ്യം, ഡാവിഞ്ചി കോഡ്, അങ്ങനെ തുടങ്ങി എത്രയോ രചനകൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച്, ബൈബിളിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. രതിദേവിയുടെ ഈ പെൺ സുവിശേഷം ആ ഗ്രന്ഥ പരമ്പരകളുടെ ഒരേ സമയം അതിൻ്റെ തുടർച്ചയും അതുപോലെ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തവുമാകുന്നത് എങ്ങനെയെന്ന അന്വേഷണമാണ് ഈ വായനയിലുടനീളം ഞാൻ നടത്തിയത്. തൻ്റെ ജീവിതത്തിൻ്റെ ധന്യത മഗ്ദലീന മാത്രമാണെന്ന് പറയുന്ന യേശു, ജൂദിയ മരുഭൂമിയുടെ വരണ്ട വന്യതയിലൂടെ ദൈവവുമായി നിരന്തരം കലഹിക്കുന്ന യേശു, അങ്ങനെയുള്ള യേശുവിനെ വരച്ചു കാട്ടാൻ പരമ്പരാഗത ആഖ്യാന ശൈലികളൊന്നും മതിയാകാതെ വന്നതുകൊണ്ടാണ് ഒരു പുതിയ ആഖ്യാന ശൈലി തന്നെ രതിദേവി ഈ രചനയിൽ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ അതിൻ്റെ അവസ്ഥാന്തരങ്ങളെ ഇത്രയും മനോഹരമായി പ്രതിപാദിക്കുകയും സ്ത്രൈണതയുടെ സമ്പൂർണ്ണ ആവിഷ്കാരമാക്കി ഈ രചനയെ മാറ്റുകയും ചെയ്തത് ആ ആഖ്യാന രീതിയുടെ സവിശേഷത കൊണ്ട് തന്നെയാണ്. സംവേദനത്തിൻ്റെ പുതിയ തലങ്ങൾ കണ്ടെത്താനുള്ള ബോധപൂർവമായ ശ്രമത്തിൽ മഗ്ദലീനയുടെ ജനിതക കോവണിയിലെ 23ാം വംശാവലിയിൽ പിറന്ന ലക്ഷ്മി എന്ന കഥാപാത്രത്തിലൂടെ, ലക്ഷ്മിയുടെ അനുഭവങ്ങളുടെ നേർക്കാഴ്ചയിലൂടെ മഗ്ദലീന അനാവരണം ചെയ്യപ്പെടുമ്പോൾ കാലത്തിനും ദേശത്തിനും ഉടലിനും അതീതമായ ഒരു അനുഭൂതിയുടെ വിസ്മയ ലോകം സൃഷ്ടിക്കുവാൻ കഥാകാരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല സാമൂഹിക വിമർശനം കൂടിയാണ്